എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എപ്പോഴും ഞാൻ അടുപ്പ് ഇങ്ങനെ കത്തിക്കണ തൊട്ടുള്ള കാണിക്കാറുള്ളൂ അല്ലേ. ഇതിൽ ചാരം വരലും കാര്യങ്ങളൊന്നും കാണിക്കാറില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും ചാരം വരാറില്ല. നമ്മൾ വെണ്ണീർ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ അടുപ്പിൽ നിന്ന് വെണ്ണീർ വാരുമ്പോൾ ആ വിറകിൻ്റെ മുഴുവനും കത്തി തീർന്നിട്ടില്ലാത്ത അങ്ങനെ കട്ടകൾ, കരിക്കട്ടകൾ കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് കളയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ പിന്നെയും കത്തും. നമ്മൾ തീ പിടിപ്പിച്ച് തീ കത്തി തുടങ്ങിയാൽ അത് വീണ്ടും കത്തുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു 3-4 ദിവസം കൂടുമ്പോൾ നമ്മളിതുപോലെ അടുപ്പിൽ നിന്ന് വാരിയെടുക്കുകയാണെങ്കിൽ നല്ല നൈസ് പൊടിഞ്ഞിട്ടുള്ള ചാരമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അത് ഈ പുകയില തടുപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൽ കിടന്ന് ഇങ്ങനെ നീറി നമ്മളിങ്ങനെ കൂടുതലും കനലിലൊക്കെ പാചകം ചെയ്യുമ്പോൾ ആ കനൽ ഫുള്ള് കത്തി തീർന്നിട്ട് ഇതേപോലെ പൊടിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കൃഷിയുടെ ആവശ്യത്തിനും അതുപോലെ തന്നെ അങ്ങനത്തേനൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ ഇങ്ങനെ ഉള്ള ചാരം വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഇത് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതൊരു ദിവസം കാണിക്കണമെന്ന്. അതുപോലെ തന്നെ തീ പിടിപ്പിക്കുന്ന വീഡിയോ ആയാലും ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാണിച്ചിട്ടുണ്ടായിരുന്നു. പലരും അത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ തിരിയുണ്ടല്ലോ, നമ്മൾ വിളക്ക് കത്തിച്ചിട്ട് പിന്നെ ഒഴിവാക്കണ തിരിയുണ്ടല്ലോ, ആ തിരിയും അതുപോലെ വിളക്ക് കഴുകുകയൊക്കെ ചെയ്യുമ്പോൾ ആ എണ്ണയുണ്ടല്ലോ ഇതൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ചകിരിയിൽ വെച്ചങ്ങ് കത്തിച്ചു കൊടുക്കുക കേട്ടോ. ചകിരിയിൽ വെച്ച് ആ തീപ്പെട്ടി അതിനോട് ചേർത്ത് വെച്ചാൽ മതി. അപ്പം കത്തിക്കോളും. ഇത് തീ പിടിപ്പിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിയും. അതുപോലെ തന്നെ ഈ ചകിരി എടുത്ത് അടുപ്പിലേക്ക് വയ്ക്കുമ്പോൾ കുറച്ച് ഈ കത്തുന്ന ഭാഗം ഇത്തിരി മുകളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കുത്തനായിട്ട് വയ്ക്കുക, ചെറിയൊരു ചെരുവിലായിട്ട് വയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് തീ പിടിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ നാരുള്ള ചകിരി തന്നെയാണ് അതിൻ്റെ മുകളിൽ സ്ലൈഡായിട്ടൊന്ന് ചാരി വയ്ക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തീ പിടിച്ചോളും. ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു പീസ് നമ്മൾ കമഴ്ത്താന്ന് വെച്ചാൽ അതിന് കത്താനായിട്ട് ഇത്തിരി വായു വേണം, എയർ ഗ്യാപ്പ് അതെന്തായാലും വേണമല്ലോ. അപ്പോൾ അത് കെടാത്ത രീതിയിൽ ഒന്ന് സൈഡിലൊന്ന് ചെരിച്ച് വയ്ക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചാൽ തന്നെ ഞാൻ പെട്ടെന്ന് കലം വയ്ക്കും, കാരണം പുക പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കലം വയ്ക്കും. ഞാനിതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം ഇങ്ങനെ കലം വയ്ക്കാതെ ഞാൻ ഇങ്ങനെ തീ കത്തിക്കണം കേട്ടോ. ഇതിൽ പെട്ടെന്ന് കലം വെച്ച് കൊടുത്താൽ തന്നെ ഈ പുക ആ പുകക്കുഴലിൽ കൂടെ ആ സൈഡിലത്തെ ആ സ്ലോട്ടിൽ കൂടെ അങ്ങ് പൊക്കോളും. ഞാനിതിപ്പോൾ വീഡിയോ പിടിക്കേണ്ട ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ താഴെ കൂടെയാണ് വിറക് വയ്ക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ആ 2 ചകിരികളും കൂടിയിട്ട് നന്നായിട്ട് തീ കത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലിരിക്കണ വിറക് പിന്നെ അങ്ങ് കത്തിപ്പിടിച്ചോളും. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ വിറക് എന്താണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ വിറക് വയ്ക്കുന്ന ഗ്യാപ്പ് ഭയങ്കര അടച്ച് ടൈലിട്ടാലും ഈ പറഞ്ഞ പോലെ തീ പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ഞാനിവിടെ ടൈലൊട്ടിക്കുന്ന ആളുടെ അടുത്ത് അടി കൂടിയിട്ടാണ് ഇത്രയും സ്പേസിലിട്ടിട്ട് ഇത് ഒട്ടിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ തീ പിടിപ്പിച്ചു, അതിൽ അരിയൊക്കെ കഴുകി അളന്നിട്ട്, അപ്പോൾ അരിയൊക്കെ ഞാൻ എപ്പോഴും തലേദിവസം അളന്ന് അടച്ചു വയ്ക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കഴുകി എടുക്കലും കാര്യങ്ങളൊക്കെ വേഗം കഴിയും. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയാണെന്ന് ഇന്നലെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ചെറിയ ഐഡിയ, ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ പണികൾ വേഗം കഴിയും. നമ്മൾ രാവിലെ എനിക്ക് ആലോചിക്കാൻ നിന്നാൽ അപ്പോൾ ആ പണികൾക്ക് ഭയങ്കര ലാഗായിരിക്കും. ഇതാവുമ്പോൾ ഓരോ ജോലികൾ കഴിയുമ്പോൾ പിന്നാലെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ സ്കൂൾ തുറക്കണ അനുബന്ധിച്ച് വേഗം വീട്ടിലെ ജോലികൾ കഴിയാനും രാവിലെ ആകുമ്പോഴേക്കും വേഗം ജോലികൾ ചെയ്യാനുള്ള പ്ലാനിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഉടനെ തന്നെ ചെയ്യാം. അതായത് അതിന് കുറച്ച് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുണ്ട്. പക്ഷേ ഇതും 1 മണിക്കൂറിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റും ചാറുകറിയും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കുന്ന ഒരു വീഡിയോ എന്നുള്ള നിലയ്ക്കായിരുന്നു. പക്ഷേ ഞാനിതിൽ ചാറുകറി എനിക്ക് വെക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഓൾറെഡി സാമ്പാർ വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ സാമ്പാർ വെക്കണ ദിവസം ഇത്തിരി കൂടുതൽ വെക്കും, അത് 2 ദിവസമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കറക്റ്റ് സ്കൂളിൽ പോകുന്നതിനുള്ള കറക്റ്റ് പ്രിപ്പറേഷൻ ഒരു വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ. ഇതിപ്പോൾ കടലയിലേക്കുള്ള ഇത് കാച്ചാണ്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും 1 സവോള അരിഞ്ഞതും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് കാണിക്കാൻ വിട്ടുപോയി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തീ സിമ്മിലിട്ടിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മസാലപ്പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം വേവിച്ച കടല അതിലേക്ക് തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം സവോള ഇട്ടിട്ടാണ് ഞാൻ, കടലയുടെ കൂടെ സവോള ഇട്ടിട്ടാണ്
വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തട്ടുമ്പോൾ നല്ല കുറുകിയ ചാറായിട്ട് കിട്ടും. ഞാൻ കടല പുട്ടിനുള്ളൊരു കടല സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇത്തിരി ചാറും ഉണ്ടാവും. അതുപോലെ കടലയും നന്നായി വെന്തിട്ടുണ്ടാവും. ഇപ്രാവശ്യം കിട്ടിയത് നന്നായിട്ട് വേവണ കടലയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയാണ്. അതുപോലെ കടല വേവിക്കാനായിട്ടും നമ്മളിങ്ങനെ വിസിലടിച്ചിങ്ങനെ കളയരുത്. നമ്മൾ സിമ്മിലിട്ടിട്ട് മാത്രം കടല വേവിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കടല വെന്ത് കിട്ടും. ഞാൻ ഇനി കടല വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു കയ്യിൽ മരക്കയ്യിലിൻ്റെ വാല് വെച്ചിട്ടാണ് ഇത് കുത്തണേ. ഇതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ കമ്പുണ്ട്. അത് ലച്ചു കൊടുത്ത് എവിടെയോ കളഞ്ഞു, അത് കാണുന്നില്ല ഇപ്പോൾ. അപ്പോൾ അതിനേക്കാൾ സൗകര്യം ഇതാണ്. ഇത് മരക്കയ്യിലിൻ്റെ വാലാവുമ്പോൾ നമുക്ക് പിന്നെ തപ്പി നടക്കൊന്നും വേണ്ട. അത് എപ്പോഴും കയ്യിലിട്ട് വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഉണ്ടാവും. അധികം മെനക്കെടില്ലാതെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ പുട്ടുണ്ടാക്കാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ പുട്ടിൻ്റെ പൊടി നനയ്ക്കണത് തന്നെ എനിക്ക് വലിയ അത്ഭുതമായിട്ടാണ് തോന്നാറ്. പക്ഷേ ഇപ്പോൾ നല്ല ഈസി ആയിട്ട് പുട്ടിന് നനയ്ക്കാനൊക്കെ പഠിച്ചു കിട്ടാം. അതുപോലെ അതിന് അറിയാത്തവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അരിപ്പൊടി എടുക്കുക, പിന്നെ കുറച്ച് ചോറ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് അതിൻ്റെ പൾസ് ബട്ടൺ ഒന്ന് അടിച്ചടിച്ച് ബാക്കിലേക്ക് അടിച്ചടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് പുട്ട് നനഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ലച്ചുവിന് എപ്പോഴും ചൂടോട് കൂടിയിട്ടുള്ള പുട്ടിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങൾ കഴിക്കുമ്പോഴൊക്കെ കടലക്കറി കൂട്ടിയിട്ട് കഴിക്കും. പക്ഷെ ആ ചൂടോട് കൂടിയിട്ട് പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഒരു കഴിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ശരിയാക്കി കൊടുക്കുകയാണ്. 2 ചെറിയ പീസ് അങ്ങനെ ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് സ്പൂണും കൂടി കൊടുത്ത ആളിരുന്ന് കഴിച്ചോളും. അപ്പോൾ അത് ഇങ്ങനെ ചൂടുള്ള ഇലയിൽ അപ്പോൾ അതിൻ്റെ മണം കൂടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെപ്പോഴും ഏകദേശം ഒരു കണക്ക് വെച്ച്, അതായത് ചിലരിങ്ങനെ കറക്റ്റ് 2 പീസായിട്ടാണ് പുട്ടുണ്ടാക്കുള്ളൂ. ഒറ്റ ഒരു കുറ്റി നിറയ്ക്കുമ്പോൾ ജസ്റ്റ് 2 പീസ് നടുവിൽ മാത്രം നാളികേരിട്ടിട്ട്. അപ്പം അതെനിക്കിഷ്ടമില്ല. ഞാൻ 4 പീസായിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇടയിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്താലും മതി. പക്ഷേ 4 പീസായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സൈസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കടലക്കറി മോഹിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പിള്ളേർക്ക് 2 പേർക്കും ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളതാണ് പുട്ട്. അല്ലെങ്കിൽ ഇവിടെ എന്തുണ്ടാക്കിയാലും എല്ലാവരും കഴിക്കും. അങ്ങനെ ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കി കൊടുക്കണ പരിപാടിയൊന്നുമില്ല. എന്താ വീട്ടിലുണ്ടാക്കിയെന്ന് വെച്ചാൽ അത് കഴിക്കുക. അത് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ കഴിക്കണ്ട, അല്ലെങ്കിൽ ചോറ് കഴിച്ചോളാൻ പറയും. പക്ഷേ ഇവിടെ പുട്ട് 2 ആൾക്കും ഭയങ്കര ഇഷ്ടമാണ്. പുട്ട്, നൂൽപുട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ചൂടുവെള്ളത്തിൻ്റെ പാത്രം ഇങ്ങോട്ട് കൊണ്ടുപോന്നു. പുട്ടിന് നനയ്ക്കാനായിട്ട് ഒരളം ചൂടുവെള്ളത്തിന് വേണ്ടി വെള്ളം വയ്ക്കുന്ന പാത്രങ്ങൾ കൊടുന്നു. അപ്പോൾ തിരിച്ചു കൊണ്ടുവയ്ക്കാൻ ചെന്നപ്പോഴാണ് അരി തിളയ്ക്കണേ. അപ്പോൾ അതങ്ങനെ അവിടെ കിടന്ന് വെന്തോളും. നമുക്ക് അതിന് വേറെ പണിയില്ല. പിന്നെ ഈ പകില തടുപ്പിൽ പ്രത്യേകിച്ചും അരി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ അധികം ഇട്ട് കത്തിക്കേണ്ടതൊന്നും ആവശ്യമില്ല. തീ മതി. അതുപോലെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് സാമ്പാർ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ട പണിയുള്ളൂ. ഇപ്പോൾ നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോൾ എപ്പോഴും 2 ദിവസത്തേക്ക് ഉണ്ടാവും. ഞാൻ മുന്നേ ഒരിക്കൽ ഇതുപോലെ കുക്കർ ഫുള്ള് സാമ്പാർ വെച്ചപ്പോൾ എന്നോടൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട്. കുട്ടി മീൻസ് നമ്മളെ സബ്സ്ക്രൈബേഴ്സൊന്നും അങ്ങനെ ഇങ്ങനത്തെ ഒന്നും ചോദിക്കാറില്ല കേട്ടോ. ഇത്രയധികം സാമ്പാർ വെച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, പുറത്തേക്ക് മറച്ചു വയ്ക്കുന്നുണ്ടോ എന്നൊക്കെയാണ് എന്നോട് ചോദിച്ചത്. അപ്പം നമ്മൾ മറച്ചു വയ്ക്കാനൊന്നുമല്ല. സാമ്പാർ ആ ഒരു കുക്കറെന്ന് വെച്ചാൽ 3 ലിറ്ററിൻ്റെ കുക്കറാണ്. അതിൽ ഏകദേശം ഫുള്ള് സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് ഇഷ്ടം പോലെയാണ്. അല്ലാണ്ട് നമ്മൾ മറച്ചു വയ്ക്കാനൊന്നുമല്ല കേട്ടോ. ഇനി നമ്മളൊരു അച്ചാറിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിലേക്കൊക്കെ പിള്ളേർക്ക് ചോറ് കൊടുത്ത് വിടുന്ന ആ ഒരു പീരീഡ് ആകുമ്പോൾ എൻ്റെ അമ്മയൊക്കെ എപ്പോഴും നാരങ്ങ അച്ചാർ, നല്ലോണം നാരങ്ങ, ചെറുനാരങ്ങ, ആ സമയത്ത് മഴ പെയ്തു തുടങ്ങിയാൽ നാരങ്ങയ്ക്ക് വില കുറയും. അതിന് മുമ്പാണ്, വേനൽക്കാലം ആകുമ്പോഴാണ് ചെറുനാരങ്ങയ്ക്ക് നല്ല റേറ്റ് ഉണ്ടാവുക. ആ സമയത്ത് ചെറുനാരങ്ങ വാങ്ങിച്ച് വലിയൊരു ഉരുളിയിൽ ഗംഭീരമായിട്ടൊരു വലിയ അച്ചാറുണ്ടാക്കും കേട്ടോ. അതൊരു ചടങ്ങ് തന്നെയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അതുപോലെ എൻ്റെ അമ്മ നാരങ്ങ അച്ചാറുണ്ടാക്കിയാൽ അത് ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ കുറച്ചൊക്കെ നാരങ്ങ അച്ചാർ അതുപോലെ ഞാനും ഉണ്ടാക്കും. അപ്പോൾ ഇനി നാരങ്ങ ഞാൻ വാങ്ങിക്കണമെന്ന് ഭരതനോട് പറഞ്ഞിട്ടുണ്ട്. ആ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിച്ചിരിക്കും കേട്ടോ. ഇതിപ്പോൾ ചെറിയൊരു മാങ്ങ കൊത്തിയരിഞ്ഞിട്ടുള്ളൊരു അച്ചാറാണ്. ഇതിന് ഇത്തിരി കടുക് കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതായത് ഇങ്ങനെ കൊത്തിയരിഞ്ഞിട്ട് കല്യാണത്തിൻ്റെ തലേദിവസമൊക്കെ നമുക്ക് കിട്ടുന്ന അച്ചാറുണ്ടല്ലോ, ഇങ്ങനെ കൊത്തിയരിഞ്ഞിട്ടുള്ള നന്നായി കടുകിട്ടിട്ട് ഇത്തിരി കൂടുതൽ എണ്ണ ഇട്ടിട്ട് ചാറോട് കൂടിയിട്ടുള്ളൊരു അച്ചാറുണ്ടല്ലോ,
അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചെത്തിയ അച്ചാറിനായിട്ട് കൂടുതൽ ഇങ്ങനത്തെ അച്ചാറാണ് എനിക്ക്. പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കണതല്ലേ, നമ്മൾ ഉണ്ടാക്കി 2-3 ദിവസത്തിനുള്ളിൽ അത് തീർന്നോളും. ഇപ്പോൾ തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ അച്ചാറിൻ്റെ ഹൈലൈറ്റാണ് കുറച്ച് മഞ്ഞപ്പൊടിയുടെ പച്ചക്കുത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ അതിൽ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കും. ഇപ്പം ഇങ്ങനെ കൊത്തിയരിഞ്ഞ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ തീ ഓഫാക്കി കേട്ടോ. കാരണം ഇതിങ്ങനെ കുറച്ചൊരു ചൂട് കയറുന്നത് കുഴപ്പമില്ല, പക്ഷേ വല്ലാതെ ചൂടായി കഴിഞ്ഞാൽ ഇതിങ്ങനെ വേഗം അലുത്ത് പോവും. അപ്പം മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചട്ടിയുടെ ചൂടും പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം ചെറുതായിട്ട് ചേർക്കും, അതും മാത്രം മതി. അപ്പോൾ തന്നെ ഒരു ചെറുതായിട്ട് ഒന്ന് മാങ്ങ ഒന്ന് സോഫ്റ്റ് ആവും, അത്ര മതി. വല്ലാതെ അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ ഇതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടി ഒരു ഇളം ചൂടുവെള്ളമാണ്, അവിടെ തിളച്ചുകൊണ്ടിരുന്ന വെള്ളമാണ്, അതിവിടെ കൊടുന്നിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഒരു മീഡിയം ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ തീ ഓഫാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു ചൂടിൽ കിടന്ന് എല്ലാതും അങ്ങ് പിടിക്കും. പിന്നെ ഞാൻ ഉലുവ കടുക് ഇട്ടപ്പോൾ സമയത്ത് തന്നെ 2 മണി ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു കഷ്ണം കായം ചൂടാക്കാനിട്ടിട്ടുണ്ടായിരുന്നു. ആ കായം പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ നന്നായി പൊടിച്ചിട്ടുണ്ട്. ആ പൊടിച്ച് പിന്നീട് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പൊടിക്കാൻ മടിയാണെങ്കിൽ ജസ്റ്റ് ഇതിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ ചാറുണ്ടല്ലോ, അതിൽ കിടന്ന് അലിഞ്ഞോളും. ഇനി കുറച്ച് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി അത് കുറച്ച് മതി കേട്ടോ, കുറേ കൂടുതലാവേണ്ട. നമ്മൾ അച്ചാറിലൊക്കെ ഉലുവയുടെ പൊടി കൂടിപ്പോയാലാണ് ഈ അച്ചാർ ഇങ്ങനെ ഒരു പത വരില്ലേ, കുപ്പിയിലിരുന്നിട്ട് ഇങ്ങനെ പത വരണത് അതിൻ്റെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഉലുവ കുറച്ചിട്ടാൽ മതി. പിന്നെ കുറേ അധികം പ്രിസർവേറ്റീവ് ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരാഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ, നമ്മൾ അതിനുള്ളിൽ തീർക്കും. അധികം ക്വാണ്ടിറ്റിയിൽ ഒരു മാങ്ങ വെച്ചിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് മാത്രമേ ഇങ്ങനത്തെ ഉണ്ടാക്കാറുള്ളൂ. മറ്റ് ചെത്തിയ മാങ്ങയാകുമ്പോൾ പിന്നെയും നമ്മൾ കുറച്ച് ദിവസത്തേക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ആ പാത്രത്തിൽ നിന്ന് ഒരു ഗ്ലാസിൻ്റെ ബൗളിലേക്ക് മാറ്റുകയാണ്. പിന്നെ കുറച്ചുകൂടിയും ചാറ് വേണം തോന്നിയപ്പോൾ ഞാൻ ഇത്തിരി കൂടി ചൂടുവെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് അടുപ്പ് കത്തിച്ചു കൊടുത്തു. അപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട് ഞാൻ നോക്കിയപ്പം, അതിൻ്റെ മാങ്ങയിലേക്ക് പിടിക്കും കഴിഞ്ഞ് പിന്നെ ചാറിനും ഇത്തിരി ഉപ്പ് വേണമല്ലോ, അപ്പോൾ അത് ഇത്തിരി കുറവ് പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അതിലേക്ക് അങ്ങ് പിടിച്ചോളും. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി അച്ചാർ. ഇനി ഒന്നുകൂടി ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഞാൻ കുപ്പിയിലാക്കി വയ്ക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഇന്നൊക്കെ ആവശ്യമുള്ളത് ഈ പാത്രത്തിൽ തന്നെ ഇരിക്കും, ബാക്കിയുള്ളത് കുപ്പിയിലാക്കി വയ്ക്കും. അപ്പോൾ രാവിലെ തന്നെ വേഗം ഇങ്ങനത്തെ പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര സമാധാനമാണ്. അതായത് അടുക്കളയിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥമാണ് എനിക്ക്. ഇപ്പോൾ രാവിലെ വേഗം തന്നെ അത് തീർത്തു വെച്ചാൽ നമുക്ക് ബാക്കി എന്ത് വേണമെങ്കിൽ ബാക്കി പണികളിലേക്ക് തിരിയാലോ. അപ്പം മാളും എനിക്ക് കോവയ്ക്കൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ അച്ചാറിനെ അരിയണ സമയത്ത് അവളൊപ്പം ഇരുന്നിട്ട് കോവയ്ക്ക മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അച്ചാറിൻ്റെ പണി കഴിയുമ്പോഴേക്കും തീർക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും അവളത് തീർത്ത് തന്ന് ഉള്ളി കൂടി നന്നാക്കി തന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മളതൊന്ന് ചതച്ചെടുത്ത് അത് കാച്ചാനുള്ള പണിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ കുട്ടികൾക്ക് എപ്പോഴും ചെറിയ ജോലികൾ എന്തെങ്കിലും കൊടുക്കണം, ചെറിയ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം. അപ്പോഴാണ് അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ജോലി ചെയ്യാനായിട്ട് ഇന്ന കാര്യങ്ങളുണ്ടെന്നൊക്കെ അവർക്കും അറിയുള്ളൂ. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും 2 പേരെ കൊണ്ട് ഒരുപോലെ ചെയ്യിപ്പിക്കണം കേട്ടോ. ഞാൻ എൻ്റെ മൂത്ത ചേച്ചിയുടെ കല്യാണം കഴിയുന്നത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അവിടേക്ക് അപ്പോൾ നമുക്ക് അമ്മാവൻ്റെ വീട്ടിലേക്കൊന്നും പോകാൻ ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ അമ്മാവൻ്റെ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. കാരണം അമ്മാവൻ അമ്മയുടെ ചെറുപ്പത്തിൽ മരിച്ചു പോയതുകൊണ്ട് തന്നെ അമ്മ വീട്ടിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എവിടെയും വിരുന്ന് പോയി നിൽക്കാറൊന്നുമില്ല. അപ്പോഴാണ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ആദ്യമായിട്ട് വിരുന്ന് പോണ വീടാണ് ചേച്ചിയുടെ ചേട്ടൻ്റെ വീട്. അപ്പോൾ അവിടെ അവർ 8 മക്കളാണ്, 4 ആണും 4 പെണ്ണുമാണ്. അവിടെ അമ്മയില്ല, അമ്മ മരിച്ചു പോയതാ, അച്ചാച്ചൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാ പണികളും, എന്ത് പണിയായിക്കോട്ടെ എല്ലാ പണികളും എല്ലാവരും ചെയ്യണം. അതുള്ള പണികളെല്ലാവരും ഷെയർ ചെയ്തിട്ട് പിന്നെ എല്ലാവർക്കും ഒരു വിശ്രമിക്കാമല്ലോ. അപ്പോൾ ആൾ ചോദിക്കും ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും കഴിക്കില്ലേ, അപ്പോൾ അതുപോലെ ജോലികളും എല്ലാവരും ചെയ്യണമെന്ന്. എനിക്കത് പുതിയ അറിവായിരുന്നു. അവർ അടുക്കളയിലെ ജോലികളായാലും ക്ലീനിങ് ആയാലും മറലടിക്കലും മുറ്റടിക്കലും എല്ലാം പെണ്ണ് അങ്ങനെയുള്ളത് നോക്കില്ല. ആരാണോ ഫ്രീ ഉള്ളത് അവർ ആ ജോലി ചെയ്യും. അങ്ങനെ അന്നേ അങ്ങനെ കേട്ടോ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ 90s തുടക്കത്തിലാണ്. പക്ഷേ അന്നോട്ടെ ചച്ച അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇനി എനിക്ക് പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ തന്നെ
പിള്ളേരെ കൊണ്ട് പറ്റണ ജോലികൾ ചെറിയ പ്രായത്തിലോട്ട് തന്നെ നമുക്ക് അപ്പോൾ അവർക്ക് അതൊരു ഭാരമായിട്ട് തോന്നില്ല. ഇപ്പം മാളുവിനൊക്കെ ചെറുതിൽ അവൾക്ക് 1.5 വയസ്സ് തൊട്ട് തന്നെ അവൾക്ക് പണികൾ ചെയ്യാൻ വലിയ താല്പര്യമായിരുന്നു. ഞാൻ പാത്രം കഴുകുമ്പോഴൊക്കെ എൻ്റെ ഒപ്പം നിന്നിട്ട് പാത്രം കഴുകി അടുക്കി വെച്ച് തരും. അതുപോലെ അടിച്ചു വരുമ്പോഴായാലും ചെറിയ ചൂലുണ്ടാക്കിയിട്ട് കൂടെ നിന്ന് 1.5-2 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര പണി ചെയ്യലായിരുന്നു അവൾ. അത് ചെയ്യണം നല്ല വൃത്തിയിൽ ചെയ്യും. അപ്പോൾ അച്ഛമ്മയൊക്കെ കളിയാക്കും. അച്ഛമ്മ എന്ന് പറഞ്ഞാൽ മാളുവിൻ്റെ അച്ഛമ്മ. ഇനിയിപ്പോൾ ചെയ്തിട്ട് ഇനി വലുതാവുമ്പോൾ അവളൊന്നും ചെയ്യില്ല എന്ന്. പക്ഷെ വലുതാവുമ്പോൾ അവൾ ജോലികളൊക്കെ എല്ലാം ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ ലച്ചു ഹോസ്പിറ്റലായ സമയത്തൊക്കെ അവൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഫോൺ വിളിച്ച് ചോദിക്കുന്നല്ലാണ്ട് ചോറും കറിയും ഉപ്പേരിയും എല്ലാം അവൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരും കേട്ടോ. അപ്പോൾ ആൾക്കും അത്യാവശ്യം ചെറുപ്പത്തിൽ കുക്കിങ്ങിനോട് ഇൻട്രസ്റ്റും ഉണ്ട്, ചെയ്യാനും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കോവയ്ക്കുപ്പേരിയുടെ പണി കഴിഞ്ഞു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ കോവയ്ക്കുപ്പേരി ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ വീട്ടിലൊരു കോവയ്ക്ക വള്ളി അച്ഛൻ കൊണ്ടുവന്നതാണ്. അതൊരു 10 കൊല്ലത്തോളം നമ്മുടെ വീട്ടിൽ ഒരു പന്തലിട്ട് പടർത്തിയിട്ടുണ്ടായിരുന്നു. മഴക്കാലമൊക്കെ ആകുമ്പോൾ മൊത്തം വെട്ടിക്കളയും, അടിഭാഗം കുറച്ച് നിർത്തിയിട്ട് വെട്ടിക്കളയും. എന്നിട്ട് കുറച്ച് വളവും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ വീണ്ടും നല്ല ഉഷാറായിട്ട് പന്തലിൽ കയറും. അങ്ങനെ ഒരുപാട് കോവയ്ക്ക ഉപ്പേരി ഞാൻ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് വീടുകളിലേക്ക് ഇത് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. നമ്മൾ തോരൻ പോലെയാണ് കൂടുതലും വീട്ടിൽ വയ്ക്കാറ്. ഇപ്പോൾ മഴയൊക്കെ ആയ സമയത്ത് ഇത്തിരി ഒരു ചൊടിയോടുകൂടി ആയിക്കോട്ടെ വെച്ചിട്ട് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ഉപ്പേരിയാണ് ഞാൻ ഉണ്ടാക്കിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറേ വേണ്ടി വന്നുള്ളൂ. ഞാൻ പറഞ്ഞു ചാറുകറി ഞാൻ വെച്ചില്ല. ചാറുകറി വയ്ക്കുകയാണെങ്കിലും ഇപ്പോൾ അധികം സമയം വ്യത്യാസം വരില്ല. അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ചട്ടപ്പട്ടയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വേഗം വരാം. അതുവരേക്കും ബായ്.